കഞ്ചാവ് കേസിൽ മകൻ പ്രതിയല്ലെന്ന യു പ്രതിഭ എംഎൽഎയുടെ വാദം പൊളിയുന്നു. മകൻ കനിവിനെ 9ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഇന്നലെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം എംഎൽഎയുടെ മകനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നത്. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്നത് എന്താണ്? സ്മൃതി, അതായത് ഇന്നലെയാണ് കനിവിനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആ സമയത്ത് എംഎൽഎ പറഞ്ഞിരുന്നത് മകനെതിരെ കേസില്ല, മകനിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു എംഎൽഎ ഒരു വിശദീകരണമായി പറഞ്ഞിരുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഈ പ്രതികൾ, അതായത് കനിവ് ഉൾപ്പെടെയുള്ള പ്രതികൾ കഞ്ചാവ് കൈവശം വെച്ചിരുന്നെന്നും ഉപയോഗിച്ചെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത്. മാത്രമല്ല, ഇവരിൽ നിന്ന് 3 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കഞ്ചാവ് ഉപയോഗിക്കാനായി ഉള്ള ഒരു കുപ്പി, ദ്വാരമുള്ള കുപ്പി, അതേപോലെ തന്നെ പപ്പായയുടെ തണ്ട്, അതേപോലെ തന്നെ പുകയിലയിൽ മിശ്രിതമാക്കിയ നിലയിൽ കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് സംഘം ഈ എഫ്ഐആറിൽ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എംഎൽഎയുടെ വാദം അത് പൂർണ്ണമായും തള്ളുന്നതാണ്. എംഎൽഎ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, മകനെതിരെ കേസില്ല, മകനിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഘത്തിൽ നിന്നോ കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് എംഎൽഎയുടെ വാദം. പക്ഷേ എന്തായാലും അത് തെറ്റാണെന്ന് എഫ്ഐആറിൽ നിന്ന് വ്യക്തമാകുകയാണ്. മകൻ കനിവിനെതിരെ ഇപ്പോൾ എന്തായാലും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മകൻ 9ാം പ്രതിയാണ്. മകൻ ഉൾപ്പെടെ ഈ കനിവ് ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്.